നമസ്കാരം സർ. നമസ്കാരം. നരേന്ദ്രമോദി അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ ആ വരവ് ഒരു വെറും വരവായിരുന്നില്ല, ഒരു ഒന്നൊന്നര വരവായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേരളത്തിലെ അടക്കമുള്ള മാധ്യമങ്ങൾ പലപ്പോഴും ചെറിയ ചെറിയ ന്യൂനതകൾ മാത്രം എടുത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാൻ പോകുന്ന വിഷയം വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം എടുക്കാൻ തീരുമാനിച്ചതും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കേസുകൾക്ക് പുറകിൽ പ്രവർത്തിച്ച തഹാവൂർ റാണ എന്ന് പറയുന്ന ഭീകരനെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറാൻ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സമ്മതിച്ചിരിക്കുന്നു. ഇത് ഒരു ചെറിയ തീരുമാനമല്ല. കാരണം ഇന്ത്യയിലെ ഭാരതത്തെ നശിപ്പിക്കാനായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള സ്ലീപ്പർ സെല്ലുകൾക്ക് മുഴുവൻ വലിയ പണി കിട്ടുന്ന വിധത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ ഈ ഭാരതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? 2008 നവംബർ 26 4 ദിവസം ഭാരതം നിന്ന് കത്തിയ ആക്രമണമായിരുന്നു ഈ തഹാവൂർ റാണയുടെയും ഡേവിഡ് കോൾമാൻ ഹാഡ്ലി ഈ രണ്ട് വിദേശികൾ ചേർന്ന് ആസൂത്രണം ചെയ്തത്. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ഛത്രപതി ശിവജി ടെർമിനൽ, മുംബൈയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ, താജ് ഹോട്ടൽ, ഒബറോയ് ട്രൈഡൻ ഹോട്ടൽ, നരിമാൻ ഹൗസ്, ഈ 4 കേന്ദ്രങ്ങളിലാണ് പ്രധാനമായിട്ടും ഒരു ആക്രമണം നടത്തിയത്. പിന്നെ വഴിയിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലും കണ്ട് എല്ലാവരെയും അവർ വെടിവെച്ചു. 166 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, 20 വിദേശികർ മരിച്ചു, 300 പേർക്ക് വലിയ ഗുരുതരമായ പരിക്കുകളേറ്റു. നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമായ ബോംബെ സ്തംഭിച്ചു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ ഭീകര സംഘടനയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ എ തയ്ബ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതിൻ്റെ അർത്ഥം ശരിയായ സൈന്യം എന്ന മറ്റാണ് ഇതിൻ്റെ അർത്ഥം. ശരി മാത്രം ചെയ്യുന്ന സൈന്യം എന്നാണ് ഇതിനെക്കുറിച്ച് അർത്ഥം പറഞ്ഞു കേൾക്കുന്നത്. ഇത് വഹാബി, സലഫി എന്നൊക്കെ പറയുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഈ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ്, ആസൂത്രകരിൽ ഒരാളായിരുന്നു തഹാവൂർ ഹുസൈൻ റാണ. അദ്ദേഹത്തിൻ്റെ പേര് പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ട് പറയും ഡോക്ടർ റാണ എന്നൊക്കെയാണ് പലരും ഉപയോഗിക്കുന്നത്. തഹാവൂർ ഹുസൈൻ റാണ ഇദ്ദേഹം ഒരു പാകിസ്ഥാനിയാണ്, ഡോക്ടറാണ്, ബിസിനസ്സുകാരനാണ്, ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റാണ്. നമ്മൾ അറിയപ്പെടുന്ന ഇപ്പോൾ കാനഡയിലേക്ക് പോകാൻ ഇമിഗ്രേഷൻ അറേഞ്ച് ചെയ്യുന്ന വലിയ ഫേമുകളെ കാണില്ലേ, ഇങ്ങനെയുള്ള ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റായിട്ടാണ് ഇദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം ലഷ്കർ എ തയ്യബയുടെ ഒരു മുഖംമൂടിയാണ്. ഇദ്ദേഹത്തിനെ ഇന്ത്യക്ക് വിട്ടുകിട്ടുക 2008 മുതൽ ഭാരതത്തിൻ്റെ ആവശ്യമായിരുന്നു. ഒരു അമേരിക്കൻ ഭരണകൂടവും നമുക്ക് ഇദ്ദേഹത്തിനെ വിട്ടുതരില്ലായിരുന്നു. ഇപ്പോൾ ഈ മോഡി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോഡിയും നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞാൻ ലോകത്തിലെ ഏറ്റവും ഈവിൾ ഹ്യൂമൻ ബീയിങ്സ് വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ ഭാരതത്തിലെ നിയമത്തിന് വിധേയമാകാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അതായത് ലോസ് ആഞ്ചലസ് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന തഹാവൂർ ഹുസൈൻ റാണയെ ഭാരതത്തിന് കൈമാറാൻ എക്സ്ട്രഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് മോഡി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലോകത്തിലെ മാധ്യമങ്ങളോടായിട്ട് പറഞ്ഞത്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും ചർച്ചകൾ മുഴുവൻ ഈ താരിഫിനെ കുറിച്ചും കൈവലം അണിയിച്ച് തിരികെ കൊണ്ടുവരുന്ന ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ മനുഷ്യക്കടത്തിൽപ്പെട്ട് അമേരിക്കയിലേക്ക് പോയി അവിടെ അൺഡോക്യുമെന്റഡ് ആയിട്ട് താമസിച്ചവരെ കുറിച്ചൊക്കെ ആകാം ചർച്ച. ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. ആരായിരുന്നു തഹാവൂർ റാണ? ആരാണ് ഈ ലഷ്കർ ഇ തയ്യബ എന്ന സംഘടന? ലഷ്കർ ഇ തയ്യബ എന്ന സംഘടന പാകിസ്ഥാൻ ബേസ് ചെയ്തുള്ള കേന്ദ്രീകരിച്ചുള്ള ഒരു വൻ ഭീകര സംഘടനയാണ്. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ ഇസ്ലാംവൽക്കരിക്കുക. അതിൻ്റെ ആദ്യപടിയായിട്ട് കാശ്മീരിനെ ഇന്ത്യയിലേക്ക് ചേർക്കുക. അതിന് ഇവർ കാശ്മീരിൽ അവരെ സഹായിക്കാൻ വേണ്ടി കാശ്മീരിൽ ഒരു തീവ്രവാദി സംഘടന രൂപീകരിച്ചിരുന്നു. അതിൻ്റെ പേരാണ് ഹിസ്ബുൾ മുജാഹിദീൻ. ഹിസ്ബുൾ മുജാഹിദീൻ നേതാക്കന്മാരൊക്കെ ഇന്ന് നമ്മുടെ തിഹാർ ജയിലിലാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ചർച്ച ചെയ്ത ഗീലാനിയൊക്കെ ഇന്ന് തിഹാർ ജയിലിലാണ്. അപ്പോൾ ഹിസ്ബുൾ മുജാഹിദീൻ ഇന്നില്ല. അപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. പിന്നീട് ഇവർ നടത്തിയൊരു ആക്രമണമാണ് 2001 നമ്മുടെ പാർലമെൻറ്റ് ആക്രമണം. 2001 തോന്നുന്നു. 2001 പാർലമെൻറ്റ് ആക്രമിച്ചു ഡിസംബർ 13 ഈ ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ തയ്യബയായിരുന്നു. അതിന് അവരെ സഹായിച്ച ഇന്ത്യയിലെ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയായിരുന്നു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര ജെയ്ഷെ മുഹമ്മദ്. ഈ സംയുക്തമായിട്ടാണ് പാർലമെൻറ്റ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ ലഷ്കർ എ തയ്യബ എന്ന് പറയുന്ന ഈ പാകിസ്ഥാൻ ബേസ്ഡ് വഹാബി ഭീകര സംഘടന ഭാരതത്തെ അസ്ഥിരപ്പെടുത്തി ഇസ്ലാമവത്കരിച്ച് ഭാരതത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുക. ഇതിൻ്റെ സൂത്രധാരകനാണ് തഹാവൂർ റാണ. ഇനിയും ഈ ലഷ്കർ എ തയ്യബയെക്കുറിച്ച് പറയുമ്പോൾ അവർ ആഗോളതലത്തിൽ ഭീകരപ്രവർത്തനം നടത്തും. അത് സൗദി കോടീശ്വരനായിരുന്ന ബിൻ ലാദൻ്റെ അൽ-ഖ്വയ്ദ എന്നൊരു ഭീകര സംഘടനയുണ്ട്. അൽ-ഖ്വയ്ദയുമായി ചേർന്ന ഈ ലഷ്കർ എ തയ്യബ ആഗോളതലത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുമായിരുന്നു. പിന്നീട് ഇവരുമായിട്ട് സഹകരിച്ച് ഭീകരപ്രവർത്തനം നടത്തിയ ഒരു സംഘടനയാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ.
ഇന്ന് അഫ്ഗാൻ താലിബാൻ ഇന്ത്യയുടെ വലിയ ഏറ്റവും സുഹൃത്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ റീസൺ കാരണം ഈ താലിബാൻ ഭരണകൂടം ഇന്ന് ഇന്ത്യയെ ആശ്രയിച്ചാണ് അവിടെ നിലനിൽക്കുന്നത്. നമ്മൾ പാകിസ്ഥാൻ 50,000 ടൺ ഗോതമ്പ് സൗജന്യമായിട്ട് കൊടുക്കുന്നു, മരുന്ന് ജീവൻ രക്ഷാ മരുന്നുകൾ നൽകുന്നു, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു, റോഡ് വെട്ടി കൊടുക്കുന്നു. കാരണം നമുക്ക് അഫ്ഗാനിസ്ഥാൻ വളരെ ക്രൂഷ്യലായ ഒരു രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ. ഇനിയും ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാനും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിൽ യുദ്ധം തുടങ്ങി കഴിഞ്ഞു, അടി തുടങ്ങി കഴിഞ്ഞു. പഷ്തൂണുകളുടെ ഒരു പ്രശ്നമാണ്. ഇതുകൂടാതെ ഇനി പാകിസ്ഥാനിൽ വേറൊരു താലിബാനുണ്ട്, ലഷ്കർ-ഇ-തയ്യബ എന്ന താലിബാൻ എന്ന് പറഞ്ഞൊരു താലിബാനുണ്ട്. അത് പാകിസ്ഥാൻ പട്ടാള ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. ഞാൻ ഈ ഭീകര സംഘടനകളുടെയൊക്കെ പേര് പറയാൻ കാരണം എങ്ങനെയാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നത്, എന്താണ് നെറ്റ്വർക്കിനെക്കാട്ടിൽ കൂടുതൽ എന്താണ് അവരുടെ താല്പര്യം. ഈ ജിഹാദും ഈ യുദ്ധങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നടത്താൻ വ്യത്യസ്തങ്ങളായ സംഘടനകൾ, ലഷ്കർ-ഇ-തയ്യബ, നമ്മൾ പറഞ്ഞു ലഷ്കർ-ഇ-തയ്യബയെ കുറിച്ച് പറഞ്ഞു, താലിബാനെ കുറിച്ച്. താലിബാൻ തന്നെ രണ്ടുണ്ട്, തെഹ്രീക്ക്-ഇ-താലിബാൻ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന താലിബാൻ. അവരാണ് ഈ സ്കൂൾ കുട്ടികളെയൊക്കെ ആക്രമിക്കുന്നത്. ഇനി അഫ്ഗാനിസ്ഥാൻ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അഫ്ഗാൻ താലിബാൻ, പിന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹിസ്ബുൾ മുജാഹിദീനും ജെയ്ഷെ മുഹമ്മദും. ഇതൊക്കെ നമ്മുടെ ഈ ഇന്ത്യക്കും ചുറ്റുവട്ടത്തുള്ള തീവ്രവാദ സംഘടനകളാണ്. ഈ തീവ്രവാദ സംഘടനകളെക്കുറിച്ചൊക്കെയുള്ള വളരെ സൂക്ഷ്മമായ വിവരങ്ങൾ ഈ തഹാവൂർ റാണ ഇന്ത്യൻ ഭരണകൂടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ വരും. ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മുംബൈ ആക്രമണത്തിന് മുമ്പ് തഹാവൂർ റാണ കേരളം സന്ദർശിച്ചിരുന്നു. നമ്മുടെ കൊച്ചിയിലെ ടാജ് റെസിഡൻസി ഹോട്ടലിൽ താമസിച്ചിരുന്നു അന്ന് ഇവിടുത്തെ മാധ്യമത്തിൽ ഒരു പരസ്യം വന്നു, കാനഡയിലും അമേരിക്കയിലേക്കും പോകാൻ ഇമിഗ്രേഷൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് മറ്റു പറഞ്ഞൊരു പരസ്യം ഇവിടെ വന്നിരുന്നു. ഒരു പക്ഷേ ഈ ഭീകരാക്രമണം നടത്താനുള്ള ലോജിസ്റ്റിക്സ് അതിനുള്ള സന്നാഹങ്ങളും ഇതിൻ്റെ ആക്രമണത്തിന് പറ്റിയ വേദികളും തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇവർ വന്നതെന്നാണ് പറയുന്നത്. അന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചീഫായിരുന്ന ഡോക്ടർ രാധാ രാജു വിനോദ് എന്ന് മറ്റു പറഞ്ഞ ഒരു ഉയർന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും കേരള ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കേരളം എടുക്കേണ്ട പ്രിക്കോഷൻസിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അത് മറ്റു അറിയാമല്ലോ, കേരളത്തിലെ രാഷ്ട്രീയ കാരണങ്ങളാൽ അതൊന്നും വെളിയിൽ വന്നിട്ടില്ല, അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടാവില്ല. മറ്റൊരു കാര്യം നമ്മളിവിടെ പറയേണ്ടത്, ലോകത്ത് എവിടെ ഭീകരാക്രമണം നടന്നു കഴിഞ്ഞാലും കേരളത്തിൽ നിന്നുള്ളവരുടെ പങ്കാളിത്തം നമുക്ക് കാണാം. തീർച്ചയായിട്ടും. ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിനത്തിൽ നടന്ന ബോംബാക്രമണത്തിൽ ഒരു പാലക്കാട്ടുകാരനുണ്ടായിരുന്നു. പാലക്കാട്ടു നിന്നുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഒരാളുണ്ടായിരുന്നു. നമ്മുടെ സിറിയയിൽ ആടുമേക്കാൻ ഇവിടുന്ന് പെൺകുട്ടികളുമായിട്ടൊക്കെ പോകുന്നതിനകത്തിൽ കേരളീയരുണ്ട് അല്ലേ? അതേപോലെ പാകിസ്ഥാൻ ബോർഡറിൽ മരിച്ചു വീഴുന്ന പല തീവ്രവാദികളും നമ്മുടെ കേരളത്തിൽ ജനിച്ചവരാണെന്ന് പിന്നീട് മനസ്സിലാക്കുകയും അവരുടെ രക്ഷകർത്താക്കൾ അവരെ തള്ളിപ്പറയും, അവരുടെ മൃതശരീരം പോലും വേണ്ടാന്ന് പറഞ്ഞ അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ അവർക്ക് ധാരാളം സ്ലീപ്പർ സെല്ലുകളുണ്ടായിരുന്നു. ഞാനൊരു ഉദാഹരണം, 2018 മഹാരാജാസ് കോളേജിൽ അഭിമന്യു വരെ നടക്കുന്നത്. ഇന്നും അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടില്ല. അന്വേഷണ രേഖകൾ മുഴുവൻ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തരം ആഗോള തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ ധാരാളമായി പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ അറിയാമല്ലോ, അരിയും മലരും വാങ്ങിച്ചോ, കുന്തിരിക്കും വാങ്ങിച്ചോ, ഇല്ലേ? ജോസഫ് സാറിൻ്റെ ഒരു കൈ വെട്ടി മാറ്റിയതും ഒക്കെ അതൊന്ന് കേരളത്തിൽ എങ്ങനെയൊക്കെ ആ വാർത്തകൾ തമസ്കരിക്കപ്പെട്ടു. തീർച്ചയായും ഇനിയും എനിക്ക് തോന്നുന്നു ഈ തഹാവൂർ റാണയെക്കുറിച്ച് കേരളത്തിൽ കഥകളും കവിതകളും വരും. പുഴകളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ച റാണ എന്ന് പറഞ്ഞൊക്കെ ഇവിടെ കവിത താമസിയാതെ വരും. നമ്മുടെ സായാഹ്ന ചർച്ചകളിൽ റാണ ഉണ്ടാവില്ല, റാണയെ വെള്ളപൂശും. റാണയുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഇവിടെ ചർച്ച നടക്കും, ഇവിടെ പ്രതിഷേധം നടക്കും. അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും വരാൻ പോകുന്നത്. ഈ റാണയെ പിടിച്ച് ഈ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തഹാവൂർ റാണയെ ചോദ്യം ചെയ്തപ്പോൾ ആണ് കേരളത്തിൽ താമസിച്ചത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിനാണ് ആ വാർത്ത കിട്ടിയത്. നമുക്ക് കിട്ടിയില്ല. അവിടെ നിന്നാണ് ആ വാർത്ത ഇവിടേക്ക് വന്നത്. അപ്പോൾ ഈ റാണയെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആരാധനയായ പ്രധാനമന്ത്രിയെ നമ്മൾ പ്രത്യേകം പറയേണ്ടത്, 2008 നടന്ന ആക്രമണം അദ്ദേഹം അതിൻ്റെ ചുരുളുകൾ അഴിയാൻ പോവുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത ഇവിടുത്തെ പല മുഖമൂടികളും അഴിഞ്ഞുകൂടും. അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടുതൽ വെളിപ്പെടും. അതുകൊണ്ട് ഈ ട്രംപ് മോഡി കൂടിക്കാഴ്ചയിൽ താരിഫ് കുറച്ചോ പിന്നെ കൈവലങ്ങ് വെച്ചോ എന്നുള്ളതല്ല ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഈ ദേശവിരുദ്ധ പ്രവർത്തനമാണ്. നമുക്ക് രാഷ്ട്രം സുരക്ഷിതമാണെങ്കിൽ നമുക്ക് പുരോഗതി കൈവരിക്കാനും നമുക്ക് വികസനം നേടാനും ഒക്കെയുള്ള പ്രാപ്തി നമുക്കുണ്ട്. ഇതിനെയൊക്കെ തകിടം മറിക്കാനാണ് ഇവിടെ നമ്മൾ അടിമുടി നടന്നുകൊണ്ടിരുന്ന തീവ്രവാദ പ്രവർത്തനം. ആ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ വേരിറക്കും. കാരണം ഈ ലഷ്കർ-ഇ-തയ്യബ എന്ന് പറയുന്ന ഈ സംഘടനയുടെ പല
അനുഭാവ സംഘടനകളെ, ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇന്ന് ഭാരതത്തിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഒരു സർവേയിൽ 67% അഫ്ഗാനികൾ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാജ്യം. കാര്യം ഇന്ത്യയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട രാജ്യം, പാകിസ്ഥാനല്ല. അപ്പോൾ അങ്ങനെ ജിയോ പൊളിറ്റിക്സിലുള്ള തീവ്രവാദ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തഹാവൂർ റാണയുടെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നത് ഈ തീവ്രവാദത്തിൻ്റെ വേരറുക്കാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് സാധിക്കും. പല ഡീപ്പ് സ്റ്റേറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടല്ലോ. അമേരിക്കയിൽ നിന്ന് ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മുഖംമൂടിയിട്ട ഡീപ്പ് സ്റ്റേറ്റ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ മുഖംമൂടി അഴിഞ്ഞു വീഴും. അത് തീവ്രവാദത്തിൻ്റെ വേരറുക്കും. ഇതാണ് ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും സാർ എന്തായാലും ഈ പറഞ്ഞ കാര്യം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം മറ്റു മാധ്യമങ്ങൾ പലതും ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി, ആഭ്യന്തര സുരക്ഷ, മനുഷ്യരുടെ ജീവൻ, ഈ തീവ്രവാദം, ഇതിൻ്റെയൊക്കെ ചുരുളഴിയുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ നേട്ടം തന്നെയാണ് പ്രധാനമന്ത്രി അമേരിക്കൻ സന്ദർശനത്തിലൂടെ ഭാരതത്തിന് നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെന്തായാലും മറ്റു മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിലും നമുക്ക് ചർച്ച ചെയ്തിരിക്കാനാവില്ലല്ലോ. എന്തായാലും അങ്ങയുടെ ഈ വിലപ്പെട്ട വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് കരുതുന്നത്. എന്തായാലും ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.